സ്പോട്ട് ലൈവ് തുടരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടക്കുന്നു. IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ മേജർ ജനറൽ സയ്യിദ് മജീദ് ഖദേമി കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ടെഹ്റാനിൽ വ്യാപക ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 34 പേർ കൊല്ലപ്പെട്ടു. ഷെരീഫ് സാങ്കേതിക സർവകലാശാല കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഗൾഫ് മേഖലയിലും ആക്രമണം ശക്തമായി. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ അധിക്ഷേപ പോസ്റ്റിന് പിന്നാലെയാണ് ആക്രമണം രൂക്ഷമായത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, അതിശക്തമായ ആക്രമണം, നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഇപ്പോൾ എന്താണ് സ്ഥിതി? വളരെ രൂക്ഷം തന്നെയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ. നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം പങ്കുവയ്ക്കാനുള്ളത് IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിട്ടുള്ള മേജർ ജനറൽ സയ്യിദ് മജീദ് ഖദേമി കൊല്ലപ്പെട്ടു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. ഈ IRGCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഈ കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് IRGCയെ സംബന്ധിച്ച് ഈ പറയുന്ന സയ്യിദ് മജീദ് ഖദേമിയുടെ ഈ കൊലപാതകം എന്ന് പറയുന്നത്. എന്നാൽ ഇത് എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ നിമിഷത്തിൽ ലഭ്യമായിട്ടില്ല. ഇത് അൽ ജസീറയാണ് നിലവിൽ ഖദേമി കൊല്ലപ്പെട്ടു എന്നുള്ള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇസ്രായേലിൻ്റെയും അതുപോലെ US-ൻ്റെയും സംയുക്ത ആക്രമണത്തിൽ തന്നെയായിരിക്കാം ഈ ഇദ്ദേഹത്തിൻ്റെ വധം എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആക്രമണങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചിരുന്നു. അതിൽ അദ്ദേഹം ഇറാനിയൻ നേതാക്കളെ അദ്ദേഹം തന്തയില്ലാത്തവർ എന്നുവരെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവച്ചത്. അതും ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അത് എത്രയും വേഗം തുറക്കണം, അതും തെറിപ്രയോഗം വരെ അദ്ദേഹം ആ പോസ്റ്റിൽ നടത്തിയിട്ടുണ്ട്. ഒരു ലോക നേതാവിനും ചേരാത്ത തരത്തിലുള്ള ഒരു ഭാഷാ പ്രയോഗത്തിലൂടെ അദ്ദേഹം തൻ്റെ ഒരു നിരാശ മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ചത്. അതിനുശേഷം ഇറാൻ അതിൻ്റെ പ്രതികരണം അറിയിച്ചിരുന്നു. അതായത് ട്രംപ് ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇറാന് മുന്നിൽ വച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ, അതായത് ഹോർമുസ് കടലിടുക്ക് തുറക്കണം, അതിന് പകരമായി 45 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വരും എന്നുള്ള പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രപ്പോസൽ ഇറാനിൽ വന്നിരുന്നു. ആ ഒരു പ്രപ്പോസലും ഇറാൻ തള്ളിക്കളഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ പ്രസ്താവന അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള ആവശ്യം അത് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ഇനി 48 മണിക്കൂറാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം. അത് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അത് ഇന്ത്യൻ സമയത്തിലേക്ക് വരുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 5:30 അവസാനിക്കും. അതിനുശേഷം ഇറാനിലുള്ള പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ പാലങ്ങളും തകർക്കും എന്നതാണ് ട്രംപിന്റെ വലിയൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ നിലവിൽ പശ്ചിമേഷ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ടെഹ്റാനിൽ നടന്നിട്ടുള്ള വിവിധ ആക്രമണങ്ങളാണ്. ടെഹ്റാനിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ ഏതാണ്ട് 34 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അവിടെയുള്ള ഷെരീഫ് സാങ്കേതിക സർവകലാശാലയിലും മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ സർവകലാശാലയിലെ വിവിധ ഭാഗങ്ങൾ ഈ ആക്രമണത്തിൽ നശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ടെഹ്റാൻ നഗരത്തിനുള്ളിൽ തന്നെയുള്ള അജയ് നേരത്തെ സൂചിപ്പിച്ചു, ട്രംപിന്റെ ഭാഗത്തുനിന്ന് അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ, പ്രസ്താവനകൾ വരുന്നു. ഇത് ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ഇറാനെ തച്ചു തകർക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി സാഹചര്യം കൂടുതൽ രൂക്ഷമാകില്ലേ? ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക?
തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഒരു സംശയവുമില്ലാതെ പറയാനാകും. ഇപ്പോൾ അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ വഴി നമുക്ക് ലഭിക്കുന്നത്. ഇത് ട്രംപിൻ്റെ ഈ പ്രസ്താവന ഇറാൻ തള്ളിക്കളഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇറാനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഈ വ്യാപക ആക്രമണം ഉണ്ടാകുന്നത്. 34 പേർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഒരു യൂണിവേഴ്സിറ്റി തന്നെ, ഷെരീഫ് സാങ്കേതിക യൂണിവേഴ്സിറ്റി തന്നെ പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഈ യൂണിവേഴ്സിറ്റി ഷെരീഫ് സർവകലാശാലയുടെ ഡയറക്ടർ ഇതിൻ്റെ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പിന്നീട് പങ്കുവച്ചിരുന്നു. ഇതൊക്കെ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി പുറത്തു വന്നതാണ്. അതുപോലെ ഈ ടെഹ്റാനുള്ളിൽ തന്നെയുള്ള മറ്റൊരു പ്രവിശ്യയായിട്ടുള്ള ബഹ്റിസ്ഥാനിലും കനത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് ഈ ബഹ്റിസ്ഥാനിലാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ മറ്റ് പാർലമെന്റ് കെട്ടിടങ്ങൾ അതുപോലെ സർക്കാർ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ നിമിഷം ലഭ്യമല്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. 7 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇറാന്റെ തിരിച്ചടികളും അതേസമയം തന്നെ വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനുള്ളിലുള്ള ഹൈഫ എന്ന് പറയുന്ന നഗരത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ ഒരു 6 നില കെട്ടിടം തകർന്നു വീണതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 2 പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റ് 2 പേർക്കായിട്ടുള്ള തെരച്ചിലും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലെബനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണവും വളരെ രൂക്ഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 10 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഈ തെക്കൻ പ്രവിശ്യയിലും അതുപോലെ ബെയ്റൂട്ടിലും അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട 10 പേരിൽ ഈ 9ഉം 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ ഉണ്ടെന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ വിവിധ ഗൾഫ് നാടുകളിലും നിലവിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്. വടക്കൻ കുവൈറ്റിൽ ഒരു മിസൈൽ അവശിഷ്ടം പതിച്ച് 6 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ അബുദാബിയിൽ ഒരാൾക്ക്, ഒരു വിദേശി പൗരന് പരിക്കേറ്റതായിട്ടും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. കുഞ്ഞുങ്ങളടക്കം, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. നിരവധി മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. അതോടൊപ്പം ഒട്ടേറെ കെട്ടിടങ്ങൾ തകരുന്നു. ഒരു നിരവധി ആളുകളുടെ അധ്വാനമാണ് ഇതോടെ തകർന്ന് തരിപ്പണമാകുന്നത്. അതോടൊപ്പം വിപണിയെയും അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നഷ്ടത്തിലായിരുന്നു. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന സാഹചര്യം. ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ വിലക്കയറ്റമടക്കം പല വസ്തുക്കൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ വലിയ രീതിയിൽ വില വർദ്ധിക്കുന്നതും ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്.